ഒരു സ്പെഷ്യൽ മസാലയിൽ ചെയ്തെടുത്ത നേന്ത്രക്കായ ഫ്രൈ. സ്പെഷ്യൽ മസാലയാണ് ഇവിടുത്തെ താരം കേട്ടോ. ഇതൊന്നും പഠിച്ചു കഴിഞ്ഞാൽ നോൺ വെജും കൂടെ ഈ മസാലയിലേ നിങ്ങൾ ചെയ്യുള്ളൂ. പിന്നെ ഫ്രൈ ചെയ്തത് കുറെ നേരം ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതാ കേട്ടോളൂ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി അത്യാവശ്യം വലിപ്പമുള്ള 2 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അതിന്റെ 1.5 ഭാഗമേ ഞാൻ എടുക്കുള്ളൂ കേട്ടോ. നീളമുള്ള കഷ്ണങ്ങൾ കിട്ടുന്ന രീതിയിൽ അതിനെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ല വെള്ളത്തിൽ മുക്കി വെക്കുന്നുണ്ട്, എക്സസ് ആയിട്ടുള്ള അതിന്റെ കറ കളയാൻ വേണ്ടിയിട്ട്. അധികം കട്ടിക്കുമല്ല എന്നാൽ തീരെ മെലിഞ്ഞിട്ടും അല്ലാത്ത രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി മൂർച്ചയുള്ള എന്തെങ്കിലും വസ്തുവുണ്ട്. ഞാനിവിടെ ഒരു ഫോർക്കാണ് എടുക്കുന്നത്. ഓരോ നേന്ത്രക്കായ പീസിലും നമ്മൾ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് എണ്ണ ഇറങ്ങാനും എണ്ണയും മസാലയൊക്കെ ഇറങ്ങാനും ഉള്ളിൽ പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ കായ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിയാണ്. അടുത്തതായി ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളിയുടെ 1/4 ഭാഗം ചേർക്കുന്നുണ്ട്. അത് കഴിക്കാത്തവർക്ക് 2-3 ചെറിയുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഒരു 5-6 എണ്ണം. 1 സെന്റിമീറ്റർ ക്യൂബ് വലുപ്പത്തിലുള്ള ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഒരേ ഒരു സ്പൈസി ആയിട്ടുള്ള പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി പെരിഞ്ജീരകം ചേർക്കാം, 1 ടേബിൾ സ്പൂൺ. അടുത്തതായി 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിൽ ഏകദേശം 1 തണ്ട് കറിവേപ്പില മസാലയുടെ കൂടെ ചേർക്കുന്നു. ബാക്കി നമ്മൾ മാറ്റിവെക്കുന്നു. മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തതായി പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ചുവന്ന മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ. ഇനി നല്ലൊരു ടേസ്റ്റിനും മണത്തിനും വേണ്ടി ഉലുവപ്പൊടി ചേർക്കാം 1/2 ടീസ്പൂൺ. ഇത് സ്കിപ്പ് ചെയ്യല്ലേ കേട്ടോ. ഇനി ഒരു ടേസ്റ്റിനും പുളിപ്പിനും വേണ്ടി 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. ഇല്ലെങ്കിൽ വാളൻപുളിയുടെ പൾപ്പ് ചേർക്കാം. വിനാഗിരിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തു. ഇതൊക്കെ കൂടെ അരച്ചെടുക്കണം. ഇപ്പൊ അതിൽ വെള്ളത്തിന്റെ പ്രസൻസ് ആയിട്ടുള്ളത് വിനാഗിരി മാത്രമേ ഉള്ളൂ, 2 ടേബിൾ സ്പൂൺ. അരിപ്പൊടിയുടെ പ്രസൻസും ഉണ്ട്, അതൊക്കെ വലിച്ചെടുക്കും. വെള്ളത്തിന്റെ അംശമെല്ലാം വലിച്ചെടുക്കും. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് നല്ല കട്ടിയുള്ള ഒരു പരുവത്തിനായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2-3 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. നല്ല മയത്തിൽ അരച്ചെടുക്കണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ 3 ടീസ്പൂണിലധികം ചേർക്കാം. പക്ഷെ സൂക്ഷിച്ച്, അധികം വെള്ളമായി പോയി കഴിഞ്ഞാൽ കഷ്ണങ്ങളിൽ മസാല ഒട്ടി നിൽക്കില്ല. ഇതായപ്പോൾ കറക്റ്റ് പരുവത്തിന് നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളിലും ഈ അരപ്പ് അല്ലെങ്കിൽ മസാല നല്ലോണം പിടിക്കുന്ന വിധത്തിൽ, ചേരുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല പുരട്ടിയതിനു ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് മാറ്റിവെക്കാം. ശേഷം നമ്മൾ ഇതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല മീഡിയം ഹോട്ട് ആവുമ്പോൾ നമ്മൾ ആദ്യം മാറ്റിവെച്ച കറിവേപ്പില ചേർത്ത് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആ എണ്ണയ്ക്ക് കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച നേന്ത്രക്കായയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പറയാൻ വിട്ടുപോയി, നേന്ത്രക്കായയുടെ കഷ്ണങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ചു കൊടുത്തോളൂ കേട്ടോ. ഒരു വശം മുരിഞ്ഞു വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ മതി. അത് ഈസി ആയിട്ട് അതിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് വെന്തോന്നാണ് അർത്ഥം. 2 വശവും മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തുനിന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ നമ്മുടെ കായ കഷ്ണങ്ങൾ 2 ബാച്ചായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ റെഡിയാണ്. ശബ്ദം കേട്ടില്ലേ? ഇനി ഇതേ എണ്ണയിലേക്ക് ഒരു 2-3 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റ് ആണ്. ഇതേ മസാലയിൽ വറുത്ത് കോരിയെടുത്ത പച്ചമുളകും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അത് പിന്നീട് നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഗസ്റ്റിന് സെർവ് ചെയ്യുമ്പോൾ ഇതേപോലെ കറിവേപ്പിലയും പച്ചമുളകും വെച്ച് ഗാർണിഷ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ ഇടൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.